കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന ജസ്ന സലീം. എന്താണ് അവരുടെ ചിത്രത്തിൻ്റെ പ്രത്യേകത? നമ്മൾ ഹിന്ദുക്കൾക്കിടയിൽ എങ്ങനെ ആ ചിത്രത്തിന് ഇത്രയും പ്രാധാന്യം നേടി? നമ്മുടെ നാട്ടിൽ കൃഷ്ണനെ വരയ്ക്കുന്ന അനേകം പേരുണ്ട്. ജീവൻ തുടിക്കുന്നുണ്ടോ എന്ന് തോന്നുന്ന വിധത്തിൽ വരയ്ക്കുന്നവർ. എന്നിട്ടും അവരൊന്നും എന്തേ ജസ്നയെപ്പോലെ പ്രശസ്തരായില്ല? കാരണം നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തലയിൽ തട്ടം കണ്ടാലോ നെറ്റിയിൽ നിസ്കാര തഴമ്പ് കണ്ടാലോ അവർ വരയ്ക്കുകയും പാടുകയുമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മറ്റൊന്നും നോക്കാതെ അവരെ തലയിലെടുത്ത് വയ്ക്കും. ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകതയാണത്. തലയിൽ തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ ഗുരുവായൂരിൽ വരികയും കണ്ണനെ വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഹിന്ദുക്കൾ അഭിമാനിച്ചു. ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണനെ ആരാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമായിരിക്കണം. ഞാനടക്കം അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. പിന്നെ അവരുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടപ്പോൾ, അതായത് റീൽസ് ഇടുന്നു, കേക്ക് കട്ട് ചെയ്ത് പിറന്നാൾ ആഘോഷിക്കുന്നു, ഇതൊക്കെ കണ്ടപ്പോൾ എന്തൊരു പ്രഹസനമാണെന്നാണ് തോന്നിയത്. അതൊന്നും പോരാഞ്ഞ് കൃഷ്ണാഷ്ടമി ദിവസം കണ്ണനെ തൊടാൻ എത്തിയ ഒരു ഭക്തയെ നിങ്ങളും നിങ്ങളുടെ കൂടെ വന്നവരും കൂട്ടമായി ആക്രമിച്ചു. അവർ ചെയ്ത തെറ്റ് നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ടു എന്നതാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും നല്ല കമൻറ്റ് മാത്രം ഇടണമെന്നാണോ പറയുന്നത്? അഭിപ്രായമുള്ളവർ കമൻ്റ് ഇടുക തന്നെ ചെയ്യും. നിങ്ങൾ ഗുരുവായൂരിൽ നിന്ന് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നതും ആ പവിത്രമായ ഭൂമിയിൽ വന്ന് മാഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്നൊക്കെ പറയുന്നത് ഭക്തർ അംഗീകരിച്ചു തരണോ? നിങ്ങളും നിങ്ങളുടെ കൂടെ വന്നവരും കൂടെ ആ സ്ത്രീയെ ആക്രമിച്ചപ്പോൾ നിങ്ങൾ അത് വീഡിയോയിൽ പകർത്തി അല്ലേ? പക്ഷേ അവിടെ ഭഗവാൻ ഒരു കളി കളിച്ചു. എന്താണെന്നറിയോ? നിങ്ങൾ എടുത്ത വീഡിയോയിൽ നിങ്ങളുടെയും നിങ്ങളുടെ കൂടെ വന്നവരുടെയും മുഖം മാത്രമേ നിറഞ്ഞു നിന്നുള്ളൂ. ആ ഭക്തയെ ഒരു നോട്ടം പോലും ആർക്കും കാണാൻ പറ്റിയില്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് ആ അമ്മയെ നാണം കെടുത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് അല്ലേ? അത് ഭഗവാന്റെ കളി തന്നെയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും ധാരാളം ഭക്തർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും ഇടപെട്ടില്ല. ആ ഭക്ത ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു. ഒരു ഭക്ത ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ ശ്രീകോവിലിരിക്കുന്ന കണ്ണൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിനുശേഷം നിങ്ങൾ അവരെ ആക്രമിച്ചതിനേക്കാൾ 10 മടങ്ങ് നിങ്ങളെ ആളുകൾ ആക്രമിക്കുന്നത് കാണുന്നില്ലേ? ഭഗവാന്റെ ഭക്തരെ തൊടാൻ ഭഗവാൻ അനുവദിക്കില്ല. അതാണ് സത്യം. നിങ്ങളെ വാനോളം ഉയർത്തിയ ഭഗവാൻ തന്നെ നിങ്ങളെ ഇപ്പോൾ താഴെയിട്ടില്ലേ? അനവധി തെറ്റുകൾ ഭഗവാൻ ക്ഷമിക്കും. പക്ഷേ ഭക്തരെ തൊട്ടാൽ ഭഗവാന്റെ ഭാവം മാറും. എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാന്റെ ഭക്തരായ പ്രഹ്ലാദനെക്കുറിച്ചും ധ്രുവനെക്കുറിച്ചുമൊക്കെ അറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. വെറും 5 വയസ്സ് മാത്രമുള്ള തൻ്റെ ഭക്തന് വേണ്ടി ഭഗവാൻ ഒരവതാരമെടുത്തു. നരസിംഹാവതാരം. അതാണ് ഞങ്ങളുടെ ഭഗവാൻ. ഇനി മറ്റൊരു കാര്യം കൂടി അറിയണം. അവിടെ വരുന്ന എല്ലാ ഭക്തരും കണ്ണനെ ഒരു നോക്ക് കാണാൻ മണിക്കൂറോളം ക്യൂ നിന്ന് വിയർത്തൊലിച്ച് കഷ്ടപ്പെട്ട് കണ്ണനെ ഒരു നോക്ക് കാണുന്നത്. അതിനിടയ്ക്ക് സെക്യൂരിറ്റിക്കാരുടെ ചീത്തവിളിയും കേൾക്കാറുണ്ട്. ഇതെല്ലാം സഹിച്ചു വരുന്നവരാണ് ഭക്തർ. അവർക്ക് മറ്റൊന്നും വേണ്ട, കണ്ണനെ ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി. അതിനായി അവർ എന്തും സഹിക്കും. അങ്ങനെ വന്ന ഒരു ഭക്തയെയാണ് നിങ്ങളും നിങ്ങളുടെ കൂടെ വന്നവരും കൂടെ കൂട്ടമായി ആക്രമിച്ചത്. അവർ നിങ്ങൾക്കെതിരെ ഒരു കമൻ്റ് ഇട്ടു. അതാണ് നിങ്ങളെ പ്രകോപിപ്പിച്ചത്. പക്ഷേ അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി. അവരുടെ കമൻ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കേസ് കൊടുക്കാം അല്ലേ? അങ്ങനെ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു? ഭഗവാൻ നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ തന്നു. പക്ഷേ നിങ്ങൾ അതൊക്കെ ദുരുപയോഗം ചെയ്തു. അതൊന്നും ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല എന്നതിൻ്റെ തെളിവ് എന്താണെന്നറിയോ? നിങ്ങളെ അനുകൂലിച്ചവർ ഒക്കെ തന്നെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു. അവർ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നതും കാണുന്നില്ലേ? ഇനിയും നിങ്ങൾ കൃഷ്ണനെ വരയ്ക്കണം. കൃഷ്ണന് ഒരു ഭാവം മാത്രമല്ല, എല്ലാ ഭാവങ്ങളും വരയ്ക്കൂ. എന്നിട്ട് അമ്പലനടയിലല്ലാതെ പുറത്ത് വെച്ച് വിറ്റോളൂ. പിന്നെ കൃഷ്ണനെ വരയ്ക്കുമ്പോൾ ചില ചിട്ടകളൊക്കെയുണ്ട്. അതൊക്കെ അനുസരിച്ച് വൃത്തിയിലും ശുദ്ധിയിലും ചെയ്യൂ. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.